തിരുവനന്തപുരത്ത് SUT ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവ് ആരോപണവുമായി യുവതി റിപ്പോർട്ടറിനോട്. ഗർഭാശയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാർ വയറിൽ സർജറി മോപ്പ് വെച്ചതായാണ് ആരോപണം. വേദന സഹിക്കാതെ വന്നതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും സർജറി മോപ്പാണ് പുറത്തെടുത്തത് എന്ന് പറയാതെ ഒളിപ്പിച്ചു വെച്ചുവെന്നും യുവതി ആരോപിക്കുന്നു. സംഭവത്തിൽ യുവതി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. പരാതി ഒന്ന് കേട്ടുവരാം. തിരുവനന്തപുരം SUT ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ യുവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിലുണ്ടായ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ചികിത്സാ ആരോപണമാണ് ഇവർ ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. എനിക്ക് വയറിലൊരു മുഴയായിട്ട് ബന്ധപ്പെട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ വട്ടപ്പാറ SUT ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ ലൈല ഡോക്ടറെ കാണിക്കുകയോ 6ാമത്തെ ദിവസം മുതൽ എനിക്കൊരു ഡിസ്ചാർജ് വന്നു തുടങ്ങി, മീൻസ് ബ്ലീഡിങ് വന്നു തുടങ്ങി. ബ്ലീഡിങ് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഡോക്ടറെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ എനിക്കിങ്ങനെ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല വേണി, ഇനി വരുമ്പോഴത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഒരു 4 ദിവസം കഴിഞ്ഞു പിന്നെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വയറിനകത്തുള്ള ഒരു അഴുക്കെല്ലാം പോകുന്നതാണ്, അല്ലാതെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, ഒരു 10-28 ദിവസമൊക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞു. തിരികെ വന്നിട്ട് പിന്നെയും എനിക്കിത് ഭയങ്കരമായിട്ട് കൂടുകയും പിന്നെ ബ്ലീഡിങ് എന്ന് പറഞ്ഞത് അത് മാറിയിട്ട് ഒരു പഴുപ്പ് പോലെ വന്നു. അപ്പം ഡോക്ടറെ അടുത്ത് പിന്നെയും ഞാൻ പോയി കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു അത് അകത്തുള്ള അഴുക്കാണ്, അല്ലാതെ പഴുപ്പൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഒരു വേറെ ആൻറ്റിബയോട്ടിക് മാറ്റി തന്നിട്ട് കറക്റ്റ് ഒരു മാസം ആകുമ്പോൾ വരാൻ പറഞ്ഞു. വീട്ടിൽ വിട്ടിട്ട് പിന്നെയും ഇതിങ്ങനെ കൂടിക്കൊണ്ട് വരുന്നതല്ലാതെ വേദനയും വിഷമവും ഒക്കെ കൂടി വരുന്നതല്ലാതെ ഒരു കുറവൊന്നുമില്ല. അങ്ങനെയാണ് എന്നെയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SITയിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പം തന്നെ അവർ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോവുകയും ഈ സ്കാൻ ചെയ്ത് അന്നേരം തന്നെ അവിടെ പറഞ്ഞു വയറിനകത്ത് എന്തോ ഉണ്ട്. പക്ഷേ ഈ സ്കാൻ ചെയ്യണതിന് മുന്നേ തന്നെ 2 PG സ്റ്റുഡൻസാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നോക്കിയത്. അപ്പോൾ ആ കുട്ടികൾ അന്നേരം തന്നെ പറഞ്ഞു വയറിനകത്ത് ഇതിങ്ങനെ കോട്ടൺ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ എന്നെ സ്കാൻ ചെയ്യാൻ വിട്ടു. സ്കാനിങ്ങിൽ ഒരു ഫോറിൻ ബോഡി ഉണ്ട് എന്ന് പറഞ്ഞു. അവർ പിന്നെ അന്നേരം തന്നെ എന്നെ സർജറി ചെയ്തു. അന്നേരം സർജറി ചെയ്തിട്ട് പക്ഷേ ഈ ഡോക്ടേഴ്സെല്ലാം ഞാൻ എവിടെ ചെന്നിട്ടാണ് ഇത് ആദ്യം സർജറി ചെയ്തത്, ആരാണ് സർജറി ചെയ്തതെന്ന് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വട്ടപ്പാറ SUTയിലാണ് സർജറി ചെയ്തത്, ഡോക്ടർ ലൈലയാണ് എനിക്ക് സർജറി ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലൈല ഡോക്ടർ എന്നെ കാണാനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എങ്ങനെയാണ് ഇവിടെ വന്നത്, എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇവിടെ ഉള്ളതെല്ലാം എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഡോക്ടർക്ക് അത്രയും ഹോൾഡ് ഉണ്ട് അവിടെ. വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. അർച്ചന രവീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. 2 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ യുവതി നമ്മളോട് വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ സർജറി മോപ്പ് വെച്ചത് വട്ടപ്പാറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയാണ്. പകരം മെഡിക്കൽ കോളേജിലെ അധികൃതർ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തതെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. അതെ അരുൺ, ജൂൺ 13 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ആദ്യം യുവതി SUT ആശുപത്രിയിലായിരുന്നു ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ചികിത്സ വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞത്. അതനുസരിച്ചാണ് യുവതി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ യുവതിക്ക് തീരെ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും യുവതി പിന്നീടും ആ ഹോസ്പിറ്റലിനെ സമീപിച്ചു. തനിക്ക് തീരെ വയ്യ എന്നുള്ള കേസ് പറയുകയായിരുന്നു. എന്നാൽ ഒരു ആൻറ്റിബയോട്ടിക് ഗുളിക മാത്രമേ SUT ആശുപത്രിയിൽ നിന്നും നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യുവതി പിന്നീട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടുന്നാണ് പിന്നീട് 2ാമത് ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം ഈ ഒരു സർജിക്കൽ മോപ്പാണ് ഇത്തരത്തിലൊരു വയറിൽ ഉണ്ടായിരുന്നെന്ന കാര്യം യുവതി അറിയുന്നതും. എന്നാൽ അവിടെയുള്ള ഡോക്ടർമാരും ഇത്തരത്തിൽ സർജിക്കൽ മോപ്പ് ഒളിപ്പിച്ചു വെച്ചു, അതായത് വയറിനുള്ളുണ്ടായിരുന്ന സർജിക്കൽ മോപ്പ് ഒളിപ്പിച്ചു വെച്ചു, അവരോട് പറഞ്ഞില്ല എന്ന കേസാണ് ഈ ഒരു യുവതി ഡോക്ടർമാർക്കെതിരെ ഉന്നയിക്കുന്നതും. അവിടെയുള്ള ഡോക്ടർമാർ ഈ ഒരു SUT ആശുപത്രിയിലുള്ള ഡോക്ടർമാരുടെ അവരുടെ അനാസ്ഥയടക്കം മറച്ചു വെച്ചു. അവർ SUT ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ സർജറി മോപ്പ് പുറത്തെടുത്തത് അറിയിച്ചില്ല എന്നതാണോ യുവതിയുടെ പ്രധാനപ്പെട്ട പരാതി?
അതെ അരുൺ, ഈ സർജിക്കൽ മോപ്പിന്റെ കാര്യം യുവതി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിജയകരമായ ഒരു ശസ്ത്രക്രിയ നടന്നതിന് ശേഷം ഇത്തരത്തിലൊരു സർജിക്കൽ മോപ്പ് വൈറൽ ഉണ്ടായിരുന്ന കാര്യം യുവതി ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് രണ്ടാമത്തെ ശസ്ത്രക്രിയ, വയ്യാത്തതിന്റെ സാഹചര്യത്തിൽ രണ്ടാമത്തെ ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജിൽ ചെയ്ത സാഹചര്യത്തിലായിരുന്നു സർജിക്കൽ മോപ്പാണ് വൈറൽ ഉണ്ടായിരുന്നത്. തനിക്ക് ഇത്തരത്തിലുള്ള പിന്നീടും രോഗാവസ്ഥ വരാനുള്ള കാരണം ഈ ഒരു സർജിക്കൽ മോപ്പാണെന്ന കാര്യം പിന്നീടാണ് യുവതി മെഡിക്കൽ കോളേജിൽ നിന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അരുൺ. ഓക്കെ, അതായത് ഈ തൻ്റെ ഉള്ളിൽ സർജറി മോപ്പ് ഉണ്ട് എന്നുള്ള വിവരം ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർമാർ അറിയിച്ചില്ല രണ്ടാമത്. പക്ഷേ അവരത് എടുത്തു മാറ്റി ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരുന്നുവെങ്കിലും ഈ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ച തെറ്റ് ഈ മെഡിക്കൽ കോളേജിൽ ആശുപത്രി അധികൃതർ മൂടിവെച്ചു. അതാണ് യുവതി പറയുന്നത് അല്ലേ? അതെ അരുൺ, ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ തന്നെയാണ് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാർക്കെതിരെയും യുവതി ഉന്നയിക്കുന്നത്. കാരണം അവർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരും ഇത്തരത്തിലൊരു സർജിക്കൽ മോപ്പ് എന്ന കാര്യം പറഞ്ഞിട്ടില്ല. അവിടുത്തെ PG കുട്ടികൾ മാത്രമാണ് തന്നോട് പറഞ്ഞത്. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സർജറി കഴിയുമ്പോൾ എന്താണ് ഉണ്ടെന്ന കാര്യം നമ്മൾ അറിയിക്കേണ്ടതാണ്. എന്നാൽ അവിടെയുള്ള ഡോക്ടർമാരടക്കം ഇത്തരത്തിലൊരു സർജിക്കൽ മോപ്പാണ് തൻ്റെ വയറിൽ ഉണ്ടായിരുന്ന കാര്യം അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. പകരം PG ഡോക്ടർമാർ മാത്രമാണ് തന്നോട് പറഞ്ഞത് എന്ന കാര്യമാണ് സ്വകാര്യമായിട്ട് ഈ വിവരം ഈ യുവതിയെ ധരിപ്പിച്ചു. നിങ്ങളുടെ വയറ്റിൽ ഒരു സർജറി മോപ്പ് ഉണ്ടായിരുന്നു, അതാണ് സർജറി പുറത്താക്കിയത്. പക്ഷേ സർജറി ചെയ്ത ഡോക്ടർമാർ ഈ വിവരം യുവതി അറിയിച്ചില്ല. അത് ഈ സ്വകാര്യ ആശുപത്രിയെ സംരക്ഷിക്കാനാണ്, ആ പിഴവ് മറച്ചുവെക്കാനാണെന്നാണ് യുവതി പറയുന്നത് അല്ലേ അർച്ചന? അതെ അതെ അതെ, വലിയൊരു ചികിത്സാ പിഴവ് തന്നെയാണ്. ഈ ഒരു 2 ഹോസ്പിറ്റലുകൾക്കെതിരെയും വലിയ ചികിത്സാ പിഴവ് തന്നെയാണ് യുവതി ആരോപിക്കുന്നതും. ആദ്യമുണ്ടായത് സംശയമുള്ളത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് എന്നുന്നയിക്കാൻ കഴിയുമോ എന്നതാണ് എന്റെ സംശയം. അവരാ വിവരം അറിയിച്ചില്ല എന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമല്ലേ? യുവതിയുടെ നിലവിൽ തൃപ്തികരമായ ഒരു ആരോഗ്യനിലയല്ല. പക്ഷേ അവിടെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലുള്ള ആളുകൾ ഡോക്ടർമാർ ഇത്തരത്തിലൊരു വിവരം അറിയിച്ചില്ല. അല്ലെങ്കിൽ ചികിത്സാ പിഴവ് SUT ആശുപത്രിയിലാണെങ്കിലും ഈ രണ്ടാമത് സർജറി നടത്തിയത് ഈ ഒരു മെഡിക്കൽ കോളേജിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഡോക്ടർമാരടക്കം ഇത്തരത്തിലൊരു സർജിക്കൽ മോപ്പാണ് തൻ്റെ വയറിലുണ്ടായിരുന്ന കാര്യം അറിയിച്ചില്ല ആരും. ഓക്കെ, അത് തന്നെയാണ് യുവതിയുടെ പ്രധാനപ്പെട്ട പരാതി. പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറി മോപ്പ് പുറത്തെടുത്തിട്ടുണ്ട്. അവർ ഭയന്നിട്ടുണ്ടാവാം ഒരുപക്ഷെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമാനമായ സാഹചര്യമാണ്. സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. പക്ഷേ അത് മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്ത് അത് പുറത്തെടുക്കുമ്പോൾ ആ വിവരം കൃത്യമായിട്ട് അവരെ ധരിപ്പിച്ച് ഈ കാര്യങ്ങൾ പറയാതിരുന്നതാണ് ഹർഷിനിയുടെ കാര്യത്തിലടക്കം അത് വിവാദമായത്. ഒരുപക്ഷെ അതുകൊണ്ടാണോ ഇനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അത് പറയാതിരുന്നത്. പക്ഷേ അത് പറയാതിരുന്ന ഒട്ടും ശരിയായില്ല. കാര്യം യുവതിയുടെ വയറ്റിൽ ഒരു സർജിക്കൽ മോപ്പ് കുടുങ്ങുക പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ. അവരതുകൊണ്ട് കുറേ ദിവസം നടന്നിട്ടുണ്ടാവും, ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അക്കാര്യം ആ യുവതിയെ അറിയിക്കണമായിരുന്നു. യുവതിയെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ച് ആ സ്വകാര്യ ആശുപത്രിക്കെതിരെ നടപടികളിലേക്ക് പോകേണ്ടതാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ആ സ്വകാര്യ ആശുപത്രിക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് എന്നൊരു ആരോപണം യുവതി ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ വിവരം തന്നെ അറിയിച്ചിട്ടില്ല എന്ന ആരോപണമാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.